വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന നമുക്കിപ്പോൾ ടെലിഫോണിലുണ്ട്. ഹസീന, ഈ മലപ്പുറം കൂരിയാട്ട ദേശീയപാത ഇടിഞ്ഞതാണതടക്കം ദേശീയപാതയിലെ കാസർകോട്ടെയും കണ്ണൂരിലെയും ഉൾപ്പെടെ വിവിധ ഇടങ്ങളിലെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു മഴ പെയ്താൽ ആദ്യത്തെ മഴയല്ലേ, ഇതൊക്കെ പൊളിഞ്ഞു പോവുക സ്വാഭാവികമാണ് എന്ന പ്രതികരണമൊക്കെ പലയിടത്തുനിന്നും വരുന്നത്, അത്തരം ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്നതുമൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ദേശീയപാത പണിത, കൂരിയാട്ട് പണിത റീച്ചിന്റെ ചുമതലയുണ്ടായിരുന്ന കമ്പനിക്കെതിരെ, KNR കമ്പനിക്കെതിരെ ഇപ്പോൾ നടപടി വരുന്നു. ആ കമ്പനിയെ ഡീബാർ ചെയ്യാനുള്ള തീരുമാനമാണ് വരുന്നത്. എത്രത്തോളം ഉചിതമായ തീരുമാനമാണ് എന്നതാണ് താങ്കളുടെ അഭിപ്രായം? ആ തീരുമാനം 100% ഞങ്ങൾ സ്വാഗതം ചെയ്യണം. എന്താ വെച്ചാല് ഈ KNRC കമ്പനി നിരന്തരം ഇത് ഒരു 3 വർഷക്കാലമായിട്ട് ഈ പദ്ധതി തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ നിരന്തരം ഇവരായിട്ട് ബന്ധപ്പെടണം. അതിനൊരു റെസ്പോൺസോ അതിനുള്ള ഒരു ഇതും നമുക്ക് അറിയിക്കാറില്ല. അവര് നമ്മൾ അങ്ങോട്ട് പറയാമെന്നല്ലാതെ അവർ തിരിച്ചൊരു മറുപടി ഇന്ന് വരെ അവർ തന്നിട്ടില്ല. പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഇപ്പൊ ഇടിഞ്ഞു താന്ന ആ സ്ഥലത്ത് ഒരു വിള്ളലുണ്ടായിരുന്നു കുറച്ചു മുമ്പ്. അത് നമ്മൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച കഴിഞ്ഞ ശേഷം അവരെന്ത് ചെയ്തു, അവിടെ വന്നുകൊണ്ട് ഒരു പുട്ടിയടിച്ച് ഒരു പെയിന്റ് ഒരു ക്ലിയർ ആക്കിക്കാണ്ട് പോയി. പക്ഷെ ഇതിനെക്കാട്ടൊക്കെ എത്രയോ ഭയാനകമാണ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇരുന്ന അവിടെ റോഡ് ഇടിഞ്ഞ സ്ഥലത്ത് അവിടെ 3 ചെറിയ തോടുകളുണ്ട്. അതൊക്കെ ഇപ്പം അമർന്നു പോയി. എന്താ വെച്ചാൽ അപ്പൊ അത് എന്താ വെച്ചാൽ നമുക്കത് അടിയന്തരമായിട്ട് ആ തോട് അവിടെ റിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം ഇപ്പൊ നമ്മുടെ മഴ പെയ്തിട്ടുള്ളൂ, ഇനി എത്രയോ മഴ കിടക്കാൻ പോവാണ്. അപ്പൊ വലിയൊരു ദുരന്തമാണ് വേങ്ങരയില് വരാൻ പോകുന്നത്. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് 100% ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യാൻ. എന്താ വെച്ചാൽ ഈ കമ്പനി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പോൾ NHAIയുടെ പണി നടക്കുന്നു. അവർ ഒരു കരാർ കമ്പനി ഏൽപ്പിക്കുന്നു. ഓരോ റീച്ചിലും ഓരോ ചുമതല ഉള്ള കമ്പനികൾ പണി നടത്തുന്നു. എന്തുകൊണ്ടാണ് ഇത് ശരിയായ നിലയിലല്ല, ശാസ്ത്രീയമായല്ല ഇപ്പോൾ ഇവിടുത്തെ നിർമ്മാണം നടക്കുന്നത്? ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അവിടുത്തെ നാട്ടുകാരുൾപ്പെടെ പലപ്പോഴും അത് ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. അത് ഇവരുടെ ശ്രദ്ധയിലേക്ക് വരാത്തോ അല്ലെങ്കിൽ അവർ ഗൗരവത്തിലെടുക്കാത്ത എന്തുകൊണ്ടാണ്? ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ ആ ഗൗരവം കൊടുത്തില്ലേ? ഇവരെ സമ്മർദ്ദത്തിലാക്കിയില്ലേ? എങ്ങനെയാണ് അവർക്ക് ഇത്ര സുഗമമായി വയൽ മേഖലയിൽ ഉൾപ്പെടെ വളരെ ഉയരത്തിൽ റോഡ് പണിയേണ്ടിടത്ത് ഉൾപ്പെടെ വേണ്ടത്ര ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാതെ ഇങ്ങനെ പണി ലാഘവത്വത്തോടുകൂടി നടത്താൻ കഴിഞ്ഞത്? അതായത് നമ്മുടെ ജനപ്രതികളുടെയോ കർഷകരുടെയോ നാട്ടുകാരുടെയോ ഒരു അവർ നമ്മുടെ അഭിപ്രായങ്ങൾ അവർ ആരാഞ്ഞതും അവർ എടുത്തിട്ടില്ല. എന്താ വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഇത് വർക്ക് തുടങ്ങി അന്ന് മുതൽ എന്താ വെച്ചാൽ നമ്മുടെ വയല് എന്താ വെച്ചാൽ പ്രത്യേകിച്ച് കടലിന്റെ പുഴ നിറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് തിരിച്ചടിക്കും. അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ഈ മണ്ണ് തോട് അടഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണെന്ന് എത്രയോ 3 വർഷമായി നമ്മളത് നിരന്തരം കർഷകർ നമ്മളോട് പറഞ്ഞു. അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഓരോ സമയത്തും നമ്മൾ കൊച്ചിൻ അതോറിറ്റി നമ്മളെ ഹൈവേ അതോറിറ്റിയിലേക്ക് അറിയിക്കാറുണ്ട്. പക്ഷേ ഒന്നിനൊരു റിപ്ലൈയോ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവർക്ക് മലയാളം അറിയില്ല, ഹിന്ദി അറിയുള്ളൂ എന്നാണ് അത് വെക്കും. അല്ലാതെ ഒരു ഇന്ന് വരെ ഒരു റിപ്ലൈ തന്നിട്ടില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും അത് ഈ പദ്ധതി നടപ്പിലാക്കി അവർക്ക് പോകണം എന്നുള്ള ഒറ്റ ഒരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. എങ്ങനെയെങ്കിലും നടപ്പിലാക്കി എടുക്കുക ഈ പദ്ധതി. വിളിച്ചാൽ മറുപടിയില്ല, ജനപ്രതിനിധികളുടെ പരാതികൾക്ക് മറുപടിയില്ല, നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല, നാട്ടുകാരുടെ പ്രതിഷേധത്തിന് അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. എങ്ങനെയാണ് ഇത്ര സുഗമമായി ഈ കമ്പനികളൊക്കെ നിയമവിരുദ്ധമായി എന്ന് തന്നെ ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അതുകൊണ്ടാണല്ലോ ഇടിഞ്ഞു താണു പോയത്. സർക്കാരിന്റെ കോടികൾ പണം അത് ഇടിഞ്ഞു പോകുന്ന, ഒരു മഴ പെയ്താൽ ഒലിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത് ശാസ്ത്രീയമായ അല്ല ഈ നിർമ്മാണം എന്നത് വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് പരാതികൾ പരിഗണിക്കപ്പെടാതെ എങ്ങനെയാണ് ഇത്ര സ്വതന്ത്രമായി അവർക്ക് ഈ കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്ന വലിയ ചോദ്യം വരുന്നുണ്ട്.